ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് ആ ഒരു ഗ്രാഫ് മാക്സിമം പൊക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും താഴോട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ മത്സരാർത്ഥികളുടെ കുഴപ്പമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഷോ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്ത് എവിടെയൊക്കെയോ കുറച്ച് ബാലൻസിങ് പ്രോബ്ലം ഉണ്ട്. ജഡ്ജസ് സംസാരിക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ എല്ലാവരും ഒരു ബോർഡറിനകത്ത് നിന്നിട്ട് എന്ന് വെച്ചാൽ ആ ഒരു ബിഗ് ബോസ് എന്നുള്ളൊരു ഫീലിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇത് ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ചിന്തയിലല്ല, ഒരു റിയാലിറ്റി ഷോ എന്നുള്ളൊരു ഫീലിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിലെന്നല്ല എല്ലാ ടെലിവിഷൻ ചാനൽസിലും നമ്മൾ റിയാലിറ്റി ഷോസ് കാണാറുണ്ട്. കോമഡി ആയിക്കോട്ടെ, പാട്ടിൻ്റെതായിക്കോട്ടെ, അത്തരത്തിലൊരു റിയാലിറ്റി ഷോയുടെ ഒരു ഫീലേ നമുക്ക് ഇപ്പോഴും ഈ ഒരു ബിഗ് ബോസ് അഗ്നി പരീക്ഷയ്ക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാന പ്രോബ്ലം. നേരെ മറിച്ച് ഇത് ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ളതാണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ ഒന്ന് വേണം എന്നുള്ള ഒരു ഫീല് ഈ പറയുന്ന ഈ ജഡ്ജസിന്റെ ഇടയിൽ ഈ ജഡ്ജ്മെന്റിനകത്ത് വരുന്നുണ്ടെങ്കിലും അവരും ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ റെനീഷ് ആണെങ്കിൽ ഹായ് ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്ന കണക്കാണ്. ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ആ ഹായ് ഹലോ നമസ്കാരം ഈ സംഭവം തന്നെ കേൾക്കുമ്പോൾ ഒരു പഴഞ്ചൻ ഫീൽ വരുന്നുണ്ട്. ആ ഒരു ഭയങ്കരമായിട്ട് കേട്ട് വന്ന ഒരു ഫീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കാരണമായിരിക്കാം ഓവറോൾ ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഇതാദ്യമായിട്ടുള്ള ഒരു അഗ്നിപരീക്ഷയാണ്. ഇവർ ഈ ഒരു കമന്റ്സ് ഒക്കെ കേട്ടിട്ട് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ കുറച്ചും കൂടെ ഒക്കെ സ്ട്രോങ് ആവുമായിരിക്കും. ഏതായാലും ശരി, ഇപ്പോൾ സീസൺ ഈ ഒരു അഗ്നിപരീക്ഷ 9 എപ്പിസോഡ്സ് കഴിയാണ്. അപ്പം ഇന്നും ഈ പറയുന്ന 4 പേര് ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഔട്ടായവരെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഇനി അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ നിൽക്കുന്നവർ എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതിൽ തന്നെ തുടക്കമേ ഒരാളെ കുറിച്ച് ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോന എങ്ങനെയാണ് കോമണർ ആയത്? 1 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അവർ ആക്ച്വലി പെയ്ഡ് പ്രൊമോഷൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് സോനയ്ക്ക് ഈ ഒരു അഗ്നിപരീക്ഷയിലേക്ക് എൻട്രി കിട്ടിയത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സോന ഓൾറെഡി കുറച്ച് ആ ഒരു അഹങ്കാരവും ആ ഒരു എന്താ പറയാ ഒരു ഡോമിനേഷനും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് നാളത്തതിനകത്ത് ഈ ലോലിറ്റ സോനയെടുത്ത് ഒരു തർക്കം വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ ബിഗ് ബോസിൽ ഇപ്പം അഗ്നിപരീക്ഷയിൽ വന്ന് എലിമിനേറ്റ് ആയി പോയ പലരും സോനയെ തന്നെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതായത് സോന ഇവിടെ നിൽക്കാൻ യോഗ്യയല്ല എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോഴാണ് സോന ടോക്സ് എന്ന് പറഞ്ഞിട്ട് സോനയ്ക്ക് ഒരു ഇൻഫ്ലുവൻസിങ് ആ ഒരു അതായത് സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് ഉള്ള ഒരാളാണ് സോന കൊണ്ടുവന്ന ആ ഒരു ലൈഫ് എന്നൊക്കെ പറയുന്നത് അത് അവരുടെ കഴിവ് കൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസർ ഒക്കെ ആയത്. പക്ഷെ ഒരു കോമണർ ആയിട്ട് അപ്പോൾ ബിഗ് ബോസിനകത്ത് വരാൻ സോന യോഗ്യയാണോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇന്ന് ആ ഒരു എപ്പിസോഡിന്റെ നാളത്തെ പ്രൊമോ കാണിച്ച സമയത്ത് ലോലിറ്റ പറയുന്നുണ്ട് സോനയ്ക്ക് കുറച്ച് ഏജ് ഉണ്ട്, നമ്മളൊക്കെ കുട്ടിയാണ് എന്ന് പറയുന്ന ലെവലിൽ ഇപ്പൊ സോന ചേച്ചി എന്ന് തന്നെ വിളിക്കണം, കാരണം നമ്മൾ കുട്ടിയാണല്ലോ എന്ന് പറയുമ്പോൾ സോന തർക്കിക്കുന്നുണ്ട് ലോലിറ്റയുമായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ സോന കുറച്ചും കൂടെ ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് ഒരു ഹൈ ആണ്, എന്തൊക്കെയോ കുറച്ച് പ്രിവിലേജ് സോനയ്ക്ക് ഉണ്ട് എന്ന് സോന സ്വയം വിചാരിച്ചുകൊണ്ടാണ് സോന അവിടെ ഗെയിം കളിക്കുന്നത്. അത് ഈ ജഡ്ജസ് അത് അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അങ്ങനെ കാണിച്ചാലും എങ്ങനെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. തൻ്റെ ഒരു പേഴ്സണാലിറ്റി, ഗെയിമിനകത്തുള്ള ഇൻവോൾവ്മെന്റ്, ഗെയിമിനകത്ത് സക്സസ് ആക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നിലനിൽക്കാനെങ്കിലും സോനയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം വാവ് സൂപ്പർ, ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയലാണ്. ഓഫ് കോഴ്സ് സോന ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയലാണ്. പക്ഷെ കോമണർ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കോമണറായിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ സോന ടോക്സ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തോന്നൽ അങ്ങ് മാറിക്കിട്ടും. എനിവേ ഇപ്പോൾ എന്തായാലും ശരി, ഒരു 12 പേരിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏകദേശം ഈ പറയുന്ന ജഡ്ജസിന് ഇഷ്ടപ്പെട്ട കുറച്ച് പേര് ഇതിനകത്ത് എന്തായാലും ഉണ്ട്. പക്ഷേ ഈ ജഡ്ജസിന്റെ ഫേവറേറ്റ് ഉള്ള ആൾക്കാരിൽ നിന്ന് ഇനി വോട്ടിംഗ് അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരിനി സെലക്ട് ആകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞോ, അങ്ങനെയാണെങ്കിൽ പിന്നെ വോട്ടിംഗ് തുടങ്ങിയാൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇനിയും ഈ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സെലക്ഷൻ പ്രോസസ്സ് മാത്രം പെൻഡിങ് വെച്ചിട്ട് ഈ പറയുന്ന ഷൂട്ടിംഗ് ബാക്കി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഷൂട്ട് കഴിഞ്ഞ് ബാക്കി എലിമിനേഷൻ്റെ അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നത് ലൈവ് ആകാനാണ്. ലൈവ് അല്ലെങ്കിൽ പിന്നെ ഇത് പറ്റിപ്പല്ലേ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് എന്തായാലും ശരി ഒരു 8 പേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 8 പേരിൽ ഈ ജഡ്ജസിന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെയും കൂടെ പേര് ഞാൻ ആഡ് ചെയ്തു. അത് ആദ്യം തന്നെ പറയാം, രാകേഷ്, ലോലിറ്റ.
ഇവർ രണ്ടുപേരും ജഡ്ജസിന്റെ ഫേവറേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. രാകേഷ് ഏട്ടന്റെ സംസാരം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്, ഓക്കെയാണ്. പക്ഷെ ഗെയിമുകളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ പറയുന്ന ഔട്ട് ഹൗസിലേക്ക് രാകേഷ് വരുന്നതിന്റെ റീസൺ തന്നെ അതാണ്. ലോലിറ്റ വന്നപ്പോൾ ഉള്ള ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു പേഴ്സണാലിറ്റി ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ വന്നപ്പോൾ ഗെയിമിനകത്ത് കാണിക്കുന്ന ആ ഒരു എനർജി അത് ഇപ്പോൾ എനിക്ക് മിസ്സിംഗ് ആണ്. പക്ഷേ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഈ ഒരു ടോപ്പ് 8 എന്ന് ഞാൻ പറയാനുള്ള റീസൺ ടോപ്പ് 8 എന്തായാലും വരും. പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ള ചാൻസ് ഈ പറയുന്ന ജഡ്ജസിന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചു, ഏറ്റവും നന്നായിട്ട് പേഴ്സണാലിറ്റി അഡ്രസ് ചെയ്ത് അവരെ ആയിട്ട് തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു കുറച്ച് പേര്, അതായത് ഈ പറയുന്ന 8 പേരെ മാറ്റി ഒരു 6 പേരെ ഞാൻ പറയുകയാണെങ്കിൽ ഷിജിൻ ശരിക്കും പറഞ്ഞാൽ അയാളെ തന്നെ കേന്ദ്രീകരിച്ച് കളിക്കുകയാണ്. അയാൾക്ക് എവിടെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ കയറി നിൽക്കും. ഇനി അയാൾക്ക് ഗെയിം കളിക്കണോ, ഷിജിൻ നന്നായിട്ട് ഗെയിം കളിക്കും. ദെൻ ഷിജുലാലിനെ എല്ലാ ദിവസവും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു എവിടെയെങ്കിലും ഒരു സ്പേസ് ഷിജുലാൽ തരാറുണ്ട്. അത്ര അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. ദെൻ താഷിയുടെ ആ ഒരു സെൽഫ്ലെസ് അല്ലെങ്കിൽ സെൽഫിഷ് എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ആ ഒരു ടോക്ക് ഉൾപ്പെടെ എല്ലാം നല്ലതായിരുന്നു. പക്ഷെ എല്ലാ ടോക്കും അടിപൊളിയൊന്നും അല്ല കേട്ടോ. താഷിയുടേതല്ല, കംപ്ലീറ്റ്ലി ഈ മറ്റേ മാസ്ക് ഓഫ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ പറയുന്ന പരിപാടി എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അത് നമ്മൾ ബിഗ് ബോസിനകത്ത് പോലും നമുക്ക് കാണുമ്പം അത് ആദ്യം തന്നെ അതൊക്കെ എടുത്തു വെക്കുന്നത് ഭയങ്കര ബോറായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇവിടെയും ഈ അഗ്നി പരീക്ഷയിൽ കൊണ്ടുവന്ന് ഇവരുടെ ലൈഫ് സ്റ്റോറി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം കേൾപ്പിക്കാനാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് എ സ്റ്റോറി. എല്ലാവരും അവരുടെ സ്റ്റോറി പറയുകയാണെങ്കിൽ നമുക്ക് കരച്ചിൽ വരും. എല്ലാവർക്കും നല്ല സങ്കടപ്പെടുത്തുന്ന കഥകളൊക്കെ ഉണ്ട്. അത് പക്ഷേ ഇവിടെ ഈ അഗ്നിപരീക്ഷയിൽ അത് കാണിക്കേണ്ടി വരുന്നില്ലായിരുന്നു, അത് കാണിക്കേണ്ടായിരുന്നു. പകരം ഇവരെങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്ന് തന്നെയായിരുന്നു നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഷിബിന ഈ പറയുന്ന ജഡ്ജസിന്റെ ഫേവറേറ്റ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ ഷിബിന ലാസ്റ്റ് ടൈമിൽ ആ ഗെയിമൊക്കെ അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. ഓൾവേസ് ഞാൻ ഷിബിനെ ശ്രദ്ധിക്കുന്ന ആ ഗെയിമിനകത്തൊക്കെ അഗ്രസീവ് ആകണമെങ്കിൽ അഗ്രസീവ് ആകും കേട്ടോ, അതും ഉറപ്പിച്ചോ. പക്ഷെ ഗെയിം അടിപൊളിയായിട്ടാണ് ഷിബിന കളിക്കുന്നത്. പിന്നെ അഫിയാനാസിനെ ഞാൻ എടുത്തു പറയാം. അഫിയാനാസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര നെയ്വായിട്ട് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഒരു കൊച്ചി വൈബിൽ നിന്നു എന്ന് മാത്രമല്ലാതെ ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ അഫിയാനാസ് ഞാൻ എന്തായാലും നിൽക്കും, എന്നെ ഔട്ടാക്കാൻ നോക്കണ്ട എന്നുള്ള ഒരു ഫീലിലാണ് അഫിയാനാസ് നിൽക്കുന്നത്. ദെൻ പൂജ, ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയിൽ ആദ്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച ഒരു ഫേസ് ആണ് പൂജയുടേത്. പൂജ ആ ഒരു വീട്ടമ്മ എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഒരു ഇത്തിരി ഒതുക്കവും പേടിയും ഒക്കെ ഉണ്ട്. പക്ഷെ ആ പേടിയിൽ ആ വെപ്രാളമൊക്കെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഗെയിം കളിക്കുന്നതും സംസാരിക്കുന്നതും. പേഴ്സണാലിറ്റി എല്ലാം അടിപൊളിയാണ്. സോ ഞാൻ ഈ ടോട്ടൽ പറഞ്ഞ 8 പേര്, അതിൽ ഈ രാകേഷ്, ലോലിറ്റ അവര് എവിടേക്കോ ഫേവറേറ്റ് ആയതുകൊണ്ട് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ട്. എനിവേ ഈ ഒരു ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എടുത്ത് കുഴപ്പം എന്ന് പറയാനല്ല, ഒരു റിയാലിറ്റി ഷോയുടെ ഫീലിലേക്ക് പോയി. നേരെ മറിച്ച് ഇത് അഗ്നിപരീക്ഷയാണെന്നുള്ള ഒരു നോട്ട് കൊടുക്കുന്ന ലെവലിലേക്ക് ഒരു ഹൈപ്പ് വരുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരി, ഒരുപാട് പേര് അതുകൊണ്ടാണ് കമന്റ്സിലൊക്കെ പറയാറുണ്ട് അഗ്നിപരീക്ഷ ബോറായി പോയി, ഇനി അങ്ങ് ബിഗ് ബോസ് തുടങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ അതാണ്. മേ ബി അടുത്തൊരു ട്രയൽ അടിപൊളി ആകുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ 8 പേരെ നിങ്ങൾ കേട്ട് കാണും. അതിൽ തന്നെ എനിക്ക് 6 പേരെ ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആരാണ്, അവരുടെ പേര് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന എലിമിനേഷനിൽ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വോട്ട് കൊടുക്കുമല്ലോ, ഞാൻ വോട്ട് കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ അത് ആർക്കായിരിക്കും നിങ്ങൾ കൊടുക്കുക, വരുന്ന എലിമിനേഷൻ ആരായിരിക്കും ഔട്ടാവാൻ പോവുക, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് സംഭവം എന്തായാലും നിങ്ങൾ കമന്റിൽ എഴുതുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.